പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ കർത്താവിന്റെ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ കർത്താവിന്റെ ദിവസം ഈ ലോകം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് തന്ന കർത്താവിന് നല്ല സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താഗതി, പ്രവൃത്തി, സംസാരത്തിൽ കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ. അങ്ങയുടെ വചനം പറഞ്ഞ പോലെ 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. എന്റെ ദൈവമേ, ഞങ്ങളുടെ വചനം പറഞ്ഞതുപോലെ നാളുകളിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനത് പ്രാർത്ഥനയിൽ കൂടി വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിൽ കൊടുത്ത വാഞ്ചയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവമേ, വഴിയാത്തിൽ അനേകരുണ്ട് കർത്താവെ, എത്ര പെട്ടെന്ന് അവരിവിടെ കൂട്ടി വരുത്തണമേ കർത്താവെ. ജോലിയിലായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം കൃപയും കർത്താവെ അവരുടെ മേൽ ഉണ്ടാകണമേ കർത്താവെ. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവെ, ഞങ്ങളെല്ലാവരും ഒരുമനപ്പെട്ട കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും പാടുവാനും എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചലനം ഇവിടെ ഉണ്ടാകുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ജയമുണ്ട് കർത്താവെ. എന്റെ ദൈവമേ, ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവമേ ഒരു വിടുതൽ അങ്ങ് അയക്കുന്നതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നല്ല സംഗീതങ്ങളെ ഞങ്ങൾക്ക് തരണമേ. സംസാരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കവറകൾ നിർത്തി കർത്താവെ അങ്ങ് തരുന്ന ആലോചനകൾ അത് പറയുവാൻ സഹായിക്കണമേ കർത്താവെ. നല്ല വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സെഷൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മെമ്മറി വേഴ്സസ് കർത്താവ് പറഞ്ഞ എല്ലാം അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ സഹായിക്കണമേ കർത്താവെ. നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. പറയുന്ന ഓരോ സാക്ഷ്യങ്ങൾ കർത്താവിന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും എന്റെ ദൈവം സാക്ഷ്യങ്ങളുടെ സാക്ഷ്യത്തെ ഇൻസ്പയർ ചെയ്യുവാനും സഹായിക്കണമേ കർത്താവെ. നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ എന്റെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, എല്ലാ മാനമഹത്വം എന്റെ കർത്താവിന്. എന്റെ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തന്ന എല്ലാ നന്മകൾ എന്റെ യേശുവിന്റെ പുണ്യരക്തത്താൽ മുദ്രയിടുന്നു. ഈ ആലയം ചുറ്റും മുഴുവൻ കർത്താവെ ദൂതന്മാർക്കാളുണ്ടാണമേ. എല്ലാ മാനമഹത്വം എന്റെ കർത്താവിന്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്മയൊന്നും ചെയ്തിടാത്തവൻ
കണ്ണുനീർ താഴ്വരകൾ ജീവജലനിധിയാകുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ യേശു യേശു അവനായിരം വലിയവൻ യേശു യേശു അവനായിരം മതിയായവൻ നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാവമെല്ലാം ക്ഷമിക്കുന്നവൻ ഒരു ജീവനിൽ പകരുന്നവൻ പാവമെല്ലാം ക്ഷമിക്കുന്നവൻ ഒരു ജീവനിൽ പകരുന്നവൻ യേശു യേശു അവനായിരം വലിയവൻ യേശു യേശു അവനായിരം മതിയായവൻ അവനായിരം മതിയായവൻ യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിയിടുമേ ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ നടത്തിയിടുമേ ഹല്ലേലൂയ അവനാം രക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ ആഴിയിൽ നാം കടന്നു പോയിടിലും അത് നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ ജ്വാല നമ്മെ വെല്ലും യേശാദിമാരുടെ നടത്തിയിടുമേ ജ്വാല നമ്മെ വെല്ലും യേശാദിമാരുടെ നടത്തിയിടുമേ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ
സൗഖ്യദായകൻ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. 17-ാം സങ്കീർത്തനം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായി ലംഘനം ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നതിനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റുകളയുന്ന പ്രാണശത്രുക്കൾ എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലിൽ തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തലയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. യഹോവ എഴുന്നേറ്റവനോട് എതിർത്ത് അവനെ തലയിടണമേ. യഹോവയുടെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും സ്ഥലമാക്കി നമുക്ക് ചേർന്ന് വായിക്കാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ദിവസത്തിൽ അതിന്റെ പാതയുടെ കൂടി വരുവാൻ അങ്ങേ ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, അവിടെ ഞങ്ങളെ സഹായിക്കണമായി സംഘടനയുടെ അവിടുത്തെ കരങ്ങൾ തരുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്ര യേശുവിൻ നാമത്തിൽ തന്നെ ഇവിടെ സഞ്ചരിക്കാം. നമ്മൾ വായിച്ച 17-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിനുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണെങ്കിൽ നമ്മുടെ നിലവിളി ദൈവം ശ്രദ്ധിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ന്യായങ്ങളെ കേൾക്കുവാനായി ന്യായാധിപൻ തന്റെ ന്യായാസനത്തിൽ ഉള്ളപ്പോൾ നമ്മൾ ദൈവസ്ഥനിൽ അടുത്ത് ചെന്ന് നീതിയോടെയുള്ള നമ്മുടെ നിലവിളി അവൻ കേൾക്കുകയും ന്യായമായി നമുക്ക് വിധിക്കുകയും ചെയ്യുന്ന ദൈവം നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ന്യായങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ പ്രാർത്ഥന കപടമില്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ ദൈവം കേൾക്കുകയും അത് ദൈവം ചെവിക്കൊള്ളുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് 1 ശമൂവേൽ 1:15 വാക്യം വായിക്കാം. അപ്പോൾ നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഹൃദയം അവൾ പകരുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കപടമില്ലാത്ത അവരിൽ നിന്നുള്ള നമ്മുടെ ആ നിലവിളിയെ കേട്ട് അതിന് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്റെ 2-ാം വാക്യം, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണേർ കാണുമാറാകട്ടെ. പലപ്പോഴും ദാവീദിനെ ശൗലും തന്റെ കൂടെയുള്ളവരുമൊക്കെയും അവർക്ക് എതിരായി നിൽക്കുന്നവനായി, അല്ലെന്നുണ്ടെങ്കിൽ ആ ശൗല് ഭരിക്കുമ്പോൾ തന്റെ രാജ്യത്തിന്റെ ഒരു ശത്രുവായോ തനിക്കുള്ള ഒരു എതിരാളിയായിട്ടാണ് പലപ്പോഴും ശൗല് അതിനെ കാണുന്നത്. തന്റെ നേരുള്ള ഹൃദയം കണ്ടിട്ട് അതിനനുസരണമായിട്ടുള്ള ഒരു വിധി ദൈവം എനിക്കായി ചെയ്യട്ടെ എന്നാണ് ദാവീദ് പറയുന്നത്. അതിന്റെ 3-ാം വാക്യത്തില് നാം വായിക്കുന്നു, നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ദൈവം തന്റെ ഹൃദയത്തെ പരിശോധിച്ചാൽ തന്റെ ഹൃദയം നേരുള്ളതായതുകൊണ്ട് ദൈവം നേരായുള്ള ഒരു വിധി എനിക്കായി വിധിക്കുമെന്ന് ദാവീദിന് അറിയാവുന്നതുകൊണ്ട് ദാവീദ് അവിടെ പറയുന്നു, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ പുറപ്പെടട്ടെ എന്ന് ദാവീദ് അവിടെ പറയുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു.
മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. കപടമില്ലാത്ത ഒരു ആദരവും നേരുള്ള ഒരു ഹൃദയവും തനിക്കുള്ളത് കൊണ്ട് ദൈവം തന്നെ പരിശോധിച്ചാൽ ആ പരിശോധനയുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ ദാവീദിന് കഴിയും. അപ്പോൾ ദാവീദിനെ പോലെ നമുക്കും ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ തന്നെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമുക്ക് നേരുള്ള ഒരു ഹൃദയവും കപടമില്ലാത്ത ഒരു ആദരവും നമ്മൾക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ ശോധന ചെയ്യുമ്പോൾ അത് അവിടെ ധൈര്യത്തോടെ നിൽക്കുവാനായി നമുക്ക് കഴിയും. സങ്കീർത്തനങ്ങൾ 118-16 വാക്യത്തിൽ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യഹോവയുടെ വലങ്കൈ തനിക്ക് വേണ്ടി പലപ്പോഴും വീര്യം പ്രവർത്തിച്ചിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ള ദാവീദ് ഇവിടെ വീണ്ടും പറയുകയാണ്, നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കയാൽ രക്ഷിക്കുന്നവനായുള്ളവേ. തന്റെ ജീവിതത്തിൽ പലപ്പോഴും ആ രക്ഷ അനുഭവിച്ചിട്ടുള്ള ദാവീദാണ് വീണ്ടും ഇത് പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. ദൈവത്തിന്റെ വലങ്കൈ പ്രവർത്തികൾ ദൈവത്തിന്റെ വചനത്തിൽ വിവിധ ഇടങ്ങളിലായി നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വലങ്കൈ നമ്മെ രക്ഷിക്കുന്ന വലങ്കൈയാണ്. തന്റെ കയ്യിൽ നമുക്കുള്ള പ്രമാണമുണ്ട്. അനേക വാക്യങ്ങളിൽ നമുക്ക് ഇതൊക്കെയും കാണുവാനായി കഴിയുന്നു. 44-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം കൂടെ വായിച്ചേ. സ്വന്തം കുറ്റം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ദൈവത്തിന്റെ വലങ്കയിൽ ജയമുണ്ടെന്ന് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. അതുപോലെ 98-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കൂടെ വായിക്കും. യഹോവയ്ക്ക് പാട്ട് പാടുകയും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു, അവന്റെ വലങ്കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവൻ ജയം നേടിയിരിക്കുന്നു. അവന്റെ വലങ്കൈയും അവന്റെ വിശുദ്ധ ഭുജവും ജയം നേടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വലങ്കൈ ജയത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ വലങ്കയിൽ നമുക്ക് രക്ഷയുണ്ട്. ദൈവത്തിന്റെ വലങ്കയിൽ നമുക്കുള്ള പ്രമാണം ദൈവം തന്നിരിക്കുന്നു. ഇതൊക്കെ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വലങ്കൈ ഉയർന്നിരിക്കുന്ന വലങ്കൈയാണ്. ആ വലങ്കൈ കൊണ്ട് തന്നെ രക്ഷിക്കണമേ എന്ന് ദാവീദ് ആ വാക്യത്തിൽ രക്ഷിക്കുന്നവനായുള്ളവേ എന്ന് ദാവീദ് പറയുന്നു. തന്റെ ജീവിതത്തിൽ പലപ്പോഴും ആ രക്ഷ അനുഭവിച്ചിട്ടുള്ള ദാവീദ് പറയുകയാണ്, നിന്റെ വലങ്കൈയാൽ എന്നെ രക്ഷിക്കുന്നവനായുള്ളവേ എന്ന്. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ഏത് ഘട്ടത്തിലും നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള കരമാണ് നമ്മുടെ ദൈവത്തിന്റെ കരം. ആ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചാൽ ഏത് അവസ്ഥകളിലും നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതിന്റെ 8-ാം വാക്യം, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന ആദ്യ ഭാഗത്തിൽ നാം വായിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവയവമാണ് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കണ്ണിന്റെ കൃഷ്ണമണിയോട് ഉപമിച്ച് ദാവീദ് പറയാണ്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന്. അപ്പോൾ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് ഇതുപോലെയാണ്. നമുക്കറിയാം, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റി സംരക്ഷിക്കുന്നു ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അസ്ഥികൂടത്തിന്റെ ആ ഒരു തടത്തിൽ വളരെ സുരക്ഷിതമായി നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ ദൈവം ആക്കിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന് ദാവീദ് ഇവിടെ പറയുന്നു. ദൈവം നമ്മെ കണ്ണിന്റെ കൃഷ്ണമണിയെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മെ ദൈവം സൂക്ഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആ പരിപാലനം അതെത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദാവീദ് പറയുന്ന പോലെ ന്യായത്തെ കേൾക്കണമേ, കപടമില്ലാത്ത അതിനുള്ള പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നേരുള്ള ഒരു ഹൃദയവും കപടമില്ലാത്ത ഒരു ആദരവും നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ യാതനകളെ കേൾക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചെവി തന്ന് നമ്മെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാണ്. Love
Lord. For the Lord is righteous, he loves justice, upright will see his face. Psalms 11 verses 7. Praise the Lord, Psalms 117. Praise the Lord, all ye nations, exalt him, all ye peoples. For great is his love towards us, and the faithfulness of the Lord endures forever. ഇന്നത്തെ വചനചിന്തയ്ക്കായി മർക്കോസിന്റെ 4:35-41 വരെ വായിക്കാം. ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 35-41 വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ മക്കയിലേക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവരെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അവർക്ക് തലയാണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, നശിച്ചു പോകുന്നതിന് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തമുണ്ടായി. പിന്നെ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടി അവരെ അനുസരിക്കുന്നുവല്ലോ ഇവനാണെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്റെ ദൈവമേ കർത്താവ് കേൾപ്പിച്ച നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവമേ അങ്ങയുടെ ശബ്ദം മാത്രം കേൾക്കുവാൻ സഹായിക്കണമേ. അങ്ങ് തരുന്ന ആലോചനകൾ മാത്രം കേൾക്കുവാൻ ഞങ്ങളെ കർത്താവെ സഹായിക്കണമേ. ഇവിടേക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഉപയോഗിക്കണമേ കർത്താവ്. അവരുടെ ഹൃദയത്തിൽ അങ്ങ് സംസാരിക്കണമേ. അടിനെ മേൽപ്പിക്കുന്നു, എന്റെ ദൈവമേ അങ്ങ് എന്നെ നിയന്ത്രിക്കണമേ കർത്താവ്. എല്ലാ മാനമഹത്വം എന്റെ കർത്താവിനെ പ്രാർത്ഥന കേടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ഇന്ന് വായിച്ചത് മർക്കോസ് 4:35-41 വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. വളരെ ഫെമിലിയർ ആയ, ഒത്തിരി പ്രാവശ്യം കേട്ട, ഒത്തിരി ഇതിന്റെ ഹിഡൻ മീനിങ് മനസ്സിലാക്കിയ ദൈവജനം ഇവിടെ ഇരുന്നിട്ടുണ്ട്. കർത്താവ് എന്തുകൊണ്ടാണ് ഈ ചെങ്കടൽ അല്ലെങ്കിൽ ഈ വേവ്സിനെ, ഈ വിണ്ടിനെ ദൈവം പിടിച്ചു നിർത്തിയത്? ഇതുപോലത്തെ പ്രസംഗങ്ങൾ അനേക ദേവദാസന്മാർ സ്പഷ്ടമായി, ക്ലിയർ ആയി പ്രസംഗിച്ച നാളുകളുണ്ട്, പ്രസംഗിച്ച സമയങ്ങളുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മൾ ശക്തീകരിച്ചിട്ടുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ വീണ്ടും കർത്താവ് ഈ ഒരു മെസ്സേജിന്റെ ജീവിതത്തിൽ തന്നപ്പോൾ വേറെ അനേക കാര്യങ്ങൾ കൂടി ദൈവം ആഡ് ചെയ്തു. അത് ഞാൻ ദൈവജനത്തിനോട് ദൈവത്തിൽ ആശ്രയിച്ച് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ദിവസം, that day when evening came, he said to his disciples, let us go over to the other side. കടലിന്റെ അല്ലെങ്കിൽ ലേക്കിന്റെ ഈ ഭാഗത്ത് നിന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരെ പോവാം, നമുക്ക് ആ സൈഡിലോട്ട് നമുക്ക് അവിടെ പോവാം. അവിടെ ശിഷ്യന്മാർക്ക് ദൈവം എന്തുവാ പറയുന്നത്, ദൈവം എന്തുകൊണ്ടാ പറയുന്നത്, അത് ശിഷ്യന്മാർ അറിയുന്നില്ല. പക്ഷെ കർത്താവിന് അത് വ്യക്തമായി അറിയാം. അത് നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കും, എന്തുകൊണ്ടാണ് ദൈവം അക്കരെ പോവാൻ ദൈവം ആഗ്രഹിച്ചത്. സ്തോത്രം. ഇവിടെ ദൈവം ശിഷ്യന്മാരോട് പറയുന്ന ഫസ്റ്റ് തിങ്, ലെറ്റ് us go to the other side. ദൈവത്തിന്റെ ജീവിതം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുവാണെങ്കിൽ, കർത്താവിന്റെ ജീവിതത്തിൽ ഹോളിഡേ ഇല്ല, ദൈവത്തിന് ആനുവൽ ലീവ് ഇല്ല, ദൈവത്തിന് സിക്ക് ലീവ് ഇല്ല. ദൈവം കണ്ടിന്യൂസ് ആയി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മിനിസ്ട്രി കണ്ടിന്യൂസ് ആണ്. ദൈവം ഒരു സ്ഥലം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തിലോട്ട് പോകുന്നു, അടുത്ത സ്ഥലം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തിലോട്ട് പോകുന്നു. അപ്പൊ ദൈവത്തിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയ ഒരു മിനിസ്ട്രിയാണ്. കർത്താവിന്റെ മിനിസ്ട്രിയുടെ കൂടെ തന്നെ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ തന്നെ ദൈവം പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അക്കരയിലോട്ട് പോകാം. ഇവിടെ തന്നെ ഫസ്റ്റ് തിങ്, ഒരു ദൂതൻ ദൈവം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പക്ഷെ ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയില്ല. ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ദൈവവചനത്തിൽ അനേക പ്രൊഫസികളുണ്ട്, ദൈവവചനത്തിൽ അനേക വാഗ്ദാനങ്ങളുണ്ട്, ദൈവവചനത്തിൽ അനേക ഒബ്ജക്റ്റീവ്സ് ദൈവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യമാണ് ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഇവിടെ ദൈവം ശിഷ്യന്മാരോട് പറയുമ്പോൾ ദൈവത്തിന് ഉറപ്പുണ്ട് അക്കരയിലോട്ട് എത്തുമെന്ന്. അതുകൊണ്ടാണ് ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞത്, ലെറ്റ് us go to the other side. ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയില്ല. ദൈവം ഒരു വാഗ്ദത്തം, ദൈവം ഒരു പ്രോമിസ്, ദൈവം അടയാളം വെച്ചാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോവാം. അപ്പൊ ദൈവം പറഞ്ഞാൽ അത് ദൈവം പൂർത്തീകരിക്കും. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? അക്കരെ എത്തുമെന്ന് ദൈവം പറഞ്ഞാൽ അക്കരെ എത്തിയിരിക്കും. Amen. If God says, let us go to the other side, there is no doubt that you will reach the other side. Amen. സ്തോത്രം. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു മിഷൻ, ഒരു വിഷൻ ദൈവത്തിനുണ്ട്. ഇവിടെ ദൈവത്തിന്റെ മിഷൻ എന്തുവാ? കർത്താവിന്റെ ഗോസ്പൽ, ദ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കണം,
ദൈവത്തിന്റെ വചനം ലോകക്കാർ അത് അറിയണം. അതാണ് ദൈവത്തിന്റെ മിഷൻ. ഫസ്റ്റ് തിങ്. അപ്പൊ ദൈവത്തിന്റെ ഡിസൈപ്പിൾസ്, ദൈവത്തിന്റെ ശിഷ്യന്മാരായ നമ്മൾ, ദൈവത്തിന്റെ ഡിസൈപ്പിൾസ് ആയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ട്. എന്തുവാണ് മിഷൻ? സ്തോത്രം, ഹല്ലേലൂയ. മർക്കോസ് 16:15 ദൈവം പറയുന്നത് ലോകമെമ്പാടും പോയി ദൈവവചനം പ്രസംഗിക്കുവിൻ. Go and preach the gospel of God. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, let us go to the other side of the lake. എന്തുകൊണ്ടെന്നറിയാം? ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ജീവിതത്തിൽ നമുക്കൊരു മിഷൻ തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം പോലും ഇല്ല. ഉള്ളതുപോലെ ഞാൻ ജീവിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പോയാലും എന്റെ കാര്യങ്ങൾ നടക്കുന്നു. അതൊരു ലക്ഷ്യമുള്ളവന്റെ ജീവിതമല്ല. ഒരാളുടെ ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ടെങ്കിൽ അവനെ ഡ്രൈവ് ചെയ്യുന്നത് കർത്താവിന്റെ ഹോളി സ്പിരിറ്റ് ആണ്, കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ് ആ മിഷനിലോട്ട് ആ ആളെ നടത്തുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഗോ ആൻഡ് preach the gospel to the end of the world. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? ദൈവത്തിന്റെ വചനം പ്രീച്ച് ചെയ്യാനും അനേകരോട് ദൈവത്തിന്റെ വചനം സ്വതം പ്രസംഗിക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദൈവത്തിന്റെ വചനം പ്രീച്ച് ചെയ്യേണ്ടത് ഒരാള് മാത്രമല്ല. ദൈവത്തിന്റെ വചനം പ്രീച്ച് ചെയ്യേണ്ടത് സ്വതന്ത്രം ഒരു അനോയിന്റഡ് വൺ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനോ ഒരു പ്രീസ്റ്റിനോ മാത്രമല്ല. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ടത്, ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യേണ്ടത്, ദൈവത്തിന്റെ വചനം സ്പ്രെഡ് ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലാണ്. എല്ലാവരും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനം 16:15 വാക്യത്തിൽ പറയുന്നത്, ഗോ ആൻഡ് preach the gospel. നിങ്ങൾ പോയി ലോകമെമ്പാടും ദൈവത്തിന്റെ വചനം പോയി പ്രസംഗിക്കുകയും. ഇവിടെ ദൈവം ഓൾറെഡി ഒരു വാഗ്ദത്തം, ഓൾറെഡി ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ലോകമെമ്പാടും പോകും. ലോകമെമ്പാടും പോയാൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും. ഇത് ചെയ്യാൻ സാധിക്കുന്ന ആർക്കാണെന്നറിയാം? ആ പ്രോമിസ് മനസ്സിലാക്കുന്നവന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഓൾറെഡി ദൈവം പെർമിഷൻ തന്നിരിക്കുക. നിങ്ങൾ ലോകമെമ്പാടും പോകും. നിങ്ങൾ ലോകമെമ്പാടും പോയാൽ നിങ്ങൾ പ്രസംഗിക്കും. എന്തു പ്രസംഗിക്കും? ദൈവത്തിന്റെ വചനം. ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ വേറെ രാജ്യത്ത് നിന്ന് വന്നവരാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്നവർ സ്തോത്രം ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. മൈഗ്രൻസ് ആണ് നമ്മൾ. അപ്പൊ ദൈവം നമ്മളെ ഈ ലോകമെമ്പാട് ദൈവം നമ്മളെ അയക്കുന്നത് ഈ ലോകത്തിന്റെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ല, പക്ഷെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ. ഇവിടെ തന്നെ ആദ്യത്തെ ദൂത് ഫുൾഫിൽ ആയി. സ്തോത്രം. നിങ്ങൾ ലോകമെമ്പാട് പോകും. നിങ്ങൾ വന്നു ഇവിടം വരെ. ഹല്ലേലൂയ. ലോകത്തിന്റെ ആ കോണിന് ഈ കോണിലോട്ട് നിങ്ങൾ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. To preach the gospel of the Lord. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ അക്കരെ പോകും. Let us go to the other side. ദൈവം പറഞ്ഞാൽ നിങ്ങളെ ദൈവം എത്തിച്ചിരിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അത് ഹല്ലേലൂയ. ലോകമെമ്പാട് നിങ്ങൾ ഇവിടെ വന്നത് അല്ലെങ്കിൽ ഈ മെസ്സേജ് പോകുന്നത്, ഈ ഓൺലൈൻ മീഡിയ ത്രൂ മെസ്സേജസ് സ്പ്രെഡ് ആകുന്നത്, അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാ, അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാ, അത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാ. അത് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ചെറിയ കാര്യത്തിന്റെ മഹത്വം അറിഞ്ഞാലേ ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കത്തുള്ളൂ. കേട്ടോ? ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാർ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടി പകുതി കൂട്ടം, അതിനകത്ത് ശിഷ്യന്മാരുടെ ഏറ്റവും മെജോറിറ്റി കൂട്ടം എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്നവരാണ്. അപ്പൊ ഈ കടലിൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഈ ലേക്കിൽ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഈ സീയിൽ സഞ്ചരിക്കുന്നത് അവർക്ക് വലിയ വിഷയമുള്ള കാര്യമല്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ജനം, ഇവിടെ ഇരിക്കുന്ന നഴ്സുമാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻ എടുക്കാൻ പറഞ്ഞാൽ എത്ര പേര് പേടിക്കും? പേടിക്കത്തില്ല. എളുപ്പമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പേഷ്യന്റെ വൈറ്റൽ സൈൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ കാണുന്നത് അത് അവന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അവൻ പേടിക്കില്ല. കാരണം അത്ര പേഷ്യൻസിനെ കണ്ടു, എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു. അപ്പൊ ഈ മീൻ പിടിക്കുന്ന ഡിസൈപ്പിൾസ് ലേക്കിൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് പുത്തമൊന്നുമല്ല ഇങ്ങനെ കടൽ ഇങ്ങനെ എങ്ങോട്ട് ആറി മാറുന്നത്.
കടലിൽ ഇങ്ങനെ വേവ്സ് വരുന്നത്, അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഒരു സ്തോത്രം തിരമാലകൾ വരുന്നത് അവർക്ക് പുതിയ കാര്യമൊന്നുമല്ല. അവർ കണ്ടിട്ടുണ്ട്, അവർ മീൻപിടുത്തക്കാരാണ്. ചിലവർ സഞ്ചരിക്കുമ്പോൾ ചിലവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മത്തായിയിൽ ഇതിന്റെ വേർഷൻ മത്തായിയിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, സഡൻലി ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഒരു തിരമാല അവരുടെ മുൻപിലോട്ട് വന്നു. ആമേൻ. ഞാൻ വീണ്ടും പറയട്ടെ, മീൻപിടുത്തക്കാർക്ക് ഒരു തിരമാല പുതുക്കമുള്ള കാര്യമല്ല. അനേക പ്രാവശ്യം അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്തോ അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു തിരമാലയിൽ ഇതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര മീൻപിടുത്തക്കാരെ ഉണ്ടായിട്ടും അവർ പേടിച്ചു പോയത്. ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളെ ഒരു മിഷനിലോട്ട് അയക്കുമ്പോൾ ചില സഡൻ ആയ സർപ്രൈസസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. സഡൻ ആയ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത. ആമേൻ, സ്തോത്രം. നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ 50 വർഷം പെന്തക്കോസ്ത് ജീവിതത്തിൽ നടന്നവനാണ്, ഇത് എനിക്കൊരു പുതുക്കമല്ല. നിന്റെ ജീവിതത്തിൽ പുതുക്കം വരാത്ത എന്തുകൊണ്ടെന്ന് അറിയാം? പുതിയ മിനിസ്ട്രിയിലോട്ട് നീ കേറാത്തോണ്ടാണ്, പുതിയ ഫോക്കസിലോട്ട് നീ കേറാത്തോണ്ടാണ്. സ്തോത്രം. ദൈവം നിന്നെ നയിക്കുമ്പോൾ, ദൈവം നിന്നെ പുതിയ മിനിസ്ട്രിയിലോട്ട് കൊണ്ടുവരുമ്പോൾ നീ പണ്ട് കാണാത്ത ചില എക്സ്പീരിയൻസസ് നിന്റെ മുൻപിലോട്ട് വരും. ഹല്ലേലൂയ. ഞാൻ ഇത് കേൾക്കുമ്പോൾ അനേകരോട് പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം സംഭവങ്ങൾ എത്ര ഞാൻ കണ്ടു, എത്ര ഞാൻ അനുഭവിച്ചു, ഇത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതം സാധാരണമായി പോയിക്കൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു മിഷൻ ഇല്ല, നിന്റെ ജീവിതത്തിൽ ഒരു ഫോക്കസ് ഇല്ല. നിന്റെ ജീവിതത്തിൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടണം. അതുകൊണ്ട് വേറെ വേറെ ദേശത്തിലോട്ട് അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്തിലോട്ട് ഞാൻ പ്രസംഗിക്കും, അല്ലെങ്കിൽ പുതിയ മിനിസ്ട്രിയിലോട്ട് ഞാൻ കാലുവെക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ നീ ഫോക്കസിൽ ജീവിക്കുമ്പോൾ സഡൻ ആയ ചില എക്സ്പീരിയൻസസ് നിന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. മീൻപിടുത്തക്കാരുടെ ജീവിതത്തിൽ ആദ്യമായി ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ അവർ പേടിച്ചുപോയി. ആമേൻ, സ്തോത്രം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് കർത്താവ് അക്കരെ പോയത് എന്താണെന്നറിയാമോ? ഒരു ഭൂതം പിടിച്ചവനെ റിലീവ് ചെയ്യാൻ വേണ്ടി, അവന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി കർത്താവ് ഇറങ്ങിയതാണ്. ഹല്ലേലൂയ. കർത്താവ് അത് ഇറങ്ങിയതാ. ആമേൻ, സ്തോത്രം. അത് ശിഷ്യന്മാർ അത് കാണുന്നില്ല, പക്ഷെ കർത്താവിനറിയാം. 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, അവനെ അലട്ടിയ ആ ഭൂതത്തിന്റെ പേര് ലഹിയോൻ. വി ആർ മെനി. ലഹിയോന്റെ മീനിങ് നോക്കിയാൽ 6000 പേര്, മിനിമം 6000 പേര്. അതിനാണ് റോമൻസില് ലഹിയോൻ എന്ന് പറയുന്നത്, ലീജൻ. ഇവിടെ ആ മനുഷ്യൻ കർത്താവിനെ കണ്ടപ്പോൾ അവര് പറഞ്ഞത്, ഞാൻ ലഹിയോനാണ്, ഞങ്ങൾ ഒന്നല്ല, ഞങ്ങൾ അനേകർ. ആമേൻ. അപ്പൊ കർത്താവ് വരുന്നുണ്ടെന്ന് അതാർക്ക് മനസ്സിലായെന്നറിയാം? ആ ഭൂതത്തിന് മനസ്സിലായി. ഹല്ലേലൂയ. ആ ഭൂതത്തിന് മനസ്സിലായപ്പോൾ ആ ഭൂതം ചെയ്തെന്നറിയാം? ആമേൻ. ഒരു തിരമാല അങ്ങോട്ട് അയച്ചു. ഹല്ലേലൂയ. പുതിയ മിനിസ്ട്രിയിലോട്ട് നീ കാൽ വെക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, പുതിയ തലത്തിലോട്ട്, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കാത്ത പുതിയ ഒരു എക്സ്പീരിയൻസ് നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ മനസ്സിലാക്കിക്കോണം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പുതിയ മിനിസ്ട്രിയിലോട്ട് നീ കാൽ വെക്കാൻ പോവാ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ കൂടെ പെട്ടകത്തിൽ ഉണ്ടെന്നത് നീ അത് മറന്നു പോകരുത്. സ്തോത്രം. ദൈവത്തിന്റെ കൂടെ നീ സഞ്ചരിക്കുമ്പോൾ നീ പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില സഡൻ ആയ എക്സ്പീരിയൻസസ് നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, എത്ര എക്സ്പീരിയൻസ് ആയ ക്രിസ്ത്യാനികൾ നിങ്ങളാണെങ്കിലും മനസ്സിലാക്കേണ്ടത് പുതിയൊരു ശുശ്രൂഷയിലോട്ട് ദൈവം നിങ്ങളെ കാലുവെപ്പിക്കുക. ഹല്ലേലൂയ. അപ്പൊ ചില തടസ്സങ്ങൾ ഇടയ്ക്ക് വരും, ചില പ്രതികൂലങ്ങൾ ഇടയ്ക്ക് വരും, നിന്നെ ഭയക്കുവാൻ, നിന്നെ പേടിപ്പിക്കുവാൻ ചില എക്സ്പീരിയൻസസ് ഒരു ഭൂതം അയക്കും. സ്തോത്രം. പക്ഷെ ശിഷ്യന്മാർ മറന്നുപോയത്, ആമേൻ, ഓരോരുത്തരുടെ പെട്ടകത്തിലുണ്ട്. ഹല്ലേലൂയ. എല്ലാത്തിന്റെ മേൽ അധികാരം സ്ഥാപിച്ച, ആമേൻ, കാൽവരി ക്രൂശിൽ, ഹല്ലേലൂയ, ജയം പ്രാപിച്ച ആ നസ്രനായ യേശു ക്രിസ്തു എന്റെ കൂടെ പെട്ടകത്തിൽ ഉണ്ടെന്ന് മറന്നുപോയ ശിഷ്യന്മാരോട്, ആമേൻ, ദൈവം പറഞ്ഞത്, നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ഹല്ലേലൂയ. ഇതിലൊരു ദൂതുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ചിലവർ അവൻ ചില പുതിയ മിനിസ്ട്രിയിലോട്ട് കാലുവെക്കാൻ പോവുക. യെസ്, ദൈവം നിങ്ങളെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ചില പുതിയ ശുശ്രൂഷകൾ
പ്രവൃത്തികൾ വെളിപ്പെടുവാൻ വേണ്ടി യെസ് ഇൻ ജീസസ് നെയിം ഞാൻ ഒരു ദൂത് പറയട്ടെ. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ദൂതാണ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ 15 വർഷം നീ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു കാണും. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഒരു മിഷൻ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഒരു ഫോക്കസ് വരുമ്പോൾ, കർത്താവിന്റെ വചനം പ്രസംഗിക്കപ്പെടണം, കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കപ്പെടണം, ദൈവത്തിന്റെ മിനിസ്ട്രികൾ വെളിപ്പെടണം. അങ്ങനെ ചിന്തിക്കേണ്ടവന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ വഴിയിൽ തന്നെ നീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം, ഭൂതം ഹല്ലേലൂയ ബാധിച്ചവന് ആമേൻ ആ ഭൂതം ഒരു എക്സ്പീരിയൻസ് നിന്റെ ജീവിതത്തിൽ അയച്ചാലും ആമേൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ആ എക്സ്പീരിയൻസ് ദൈവം നിന്നെ തരുന്നത് ആമേൻ നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി, അവന്റെ നാമം വെളിപ്പെടുവാൻ വേണ്ടി, അവന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുതിയ മിനിസ്ട്രികൾ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ യെസ് ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുന്ന ജനത്തിനോട് ഞാൻ പറയട്ടെ, പുതിയ മിനിസ്ട്രികൾ വെളിപ്പെടുന്ന ഒരു സമയം അടുക്കാറായി. യെസ് ഹല്ലേലൂയ. എന്റെ യഹോവ നിന്റെ കൂടെ നിന്റെ പെട്ടകത്തിൽ യെസ് ഹല്ലേലൂയ സഞ്ചരിക്കുവാൻ തയ്യാറാണ്. എന്റെ യേശു ക്രിസ്തു പറയുന്നു, നമുക്ക് അക്കരയിലോട്ട് നമുക്ക് പോകാം. ദാറ്റ് മീൻസ് ആമേൻ അവിടുത്തെ മിനിസ്ട്രിയിലോട്ട്, നിനക്ക് ഡെസ്റ്റിനി വെച്ച മിനിസ്ട്രിയിലോട്ട് ദൈവം നിന്നെ എത്തിക്കുമെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രായം ഒരു പ്രശ്നമല്ല, ദൈവത്തിന്റെ ഹല്ലേലൂയ നിന്റെ യോഗ്യത ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. അയോഗ്യനായിരിക്കുന്ന ശിഷ്യന്മാരെ പിടിച്ച് യോഗ്യനാക്കിയ ദൈവം, അയോഗ്യനായ നമ്മളെ പിടിച്ച് യോഗ്യനാക്കിയ ദൈവത്തെ പ്രായം ഒരു പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് 45 വർഷമായി, എനിക്ക് 50 വയസ്സായി, ഇനി എന്തുവാണ് ദൈവം എന്നോട് ചെയ്യാൻ പോകുന്നത്? അവരോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൂതിൽ പറയട്ടെ, നിങ്ങളെ ആയിരിക്കും ദൈവം അത് പിടിക്കുന്നത്. യെസ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യെസ് ഇൻ ജീസസ് നെയിം ഓറിബൽ ഗടഗടക സിയാരക അത്തം ഗുണം ഗണം 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 പേരം യേശുവിന്റെ നാമത്തിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ദൂതിനെ അവൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ദൈവം പറഞ്ഞു, പ്രായം ഒരു പ്രശ്നമല്ല എനിക്ക്. യെസ് ഹല്ലേലൂയ. നീ ചിന്തിക്കുന്ന അപ്പുറത്ത് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ? തിരുമാലകൾ അനേകം കണ്ടിട്ടുണ്ട് അവരെ. ഞാൻ വീണ്ടും പറയട്ടെ, അനേകം തിരുമാലകൾ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. ഇതുപോലത്തെ ഒരു തിരുമാല കണ്ട് അവർ പേടിച്ചു. ശിഷ്യന്മാർ അറിയുന്നില്ല, ദൈവം അവരെ കൊണ്ടുപോകുന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ സാധാ ഒരു മിനിസ്ട്രി അല്ല. ഒരു ലഹിയോൻ ബാധിച്ചവനെ ആമേൻ റിലീവ് ചെയ്യാൻ വേണ്ടി, അവന്റെ ജീവിതത്തിൽ വിടുതൽ അയക്കാൻ വേണ്ടി ആമേൻ അതുപോലത്തെ ശുശ്രൂഷയിലോട്ട് കൊണ്ടുപോകുന്നേ. ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷയിലോട്ട് പോകുമ്പോൾ പിശാച് കളി കളിക്കും. അവൻ ട്രൈ ചെയ്യും, അവൻ ജയിക്കത്തില്ല, ഒരിക്കലും ജയിക്കത്തില്ല. അവൻ ട്രൈ ചെയ്യും നിന്നെ തകർക്കുവാൻ. ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ വരുന്നു. ചിലവർ പറയുന്നു, എന്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ കർത്താവിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ദൈവനോട് ദൈവം പറയുന്നത് ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് വേണ്ടി ഇതൊരു ദൂത. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നിന്റെ പുറകെ നിന്ദകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ പണ്ട് ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. പക്ഷെ ദൈവത്തെ എന്ന് ഞാൻ അറിയാൻ തുടങ്ങിയോ അന്നു മുതൽ വേദന, പ്രയാസങ്ങൾ, നിന്ദകൾ ഞാൻ സഹിക്കാൻ തുടങ്ങി. അവരോട് ദൈവാത്മാവിൽ ഞാൻ പുതു പറയട്ടെ, യെസ് ഹല്ലേലൂയ ആമേൻ. വെറുതെ എന്തുകൊണ്ടറിയാം? കാരണം ഒരു ലഗിയോൻ ബാധിച്ചവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ശുശ്രൂഷയുടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വലിയതായ ഒരു അധികാരം. ഹല്ലേലൂയ. ഏറ്റവും വലിയതായ ഒരു മിനിസ്ട്രി വെളിപ്പെടുത്തുവാൻ വേണ്ടി നിന്നെ സ്ട്രോങ് ആയി എടുക്കുവാൻ ആമേൻ സ്തോത്രം. ഒരു അയൺ പോലെ ഹല്ലേലൂയ സ്ട്രോങ് ആയി നിന്നെ വാർത്തെടുക്കുവാൻ. അതുകൊണ്ടാണ് ഈ ശോധനകൾ നീ അനുഭവിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനമേ, ഇത് വലിയൊരു ദൈവത്തിന്റെ അവന്റെ ദൂതായത് ഹല്ലേലൂയ ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? യെസ് ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അത് വലിയതാണെങ്കിൽ നീ മനസ്സിലാക്കിക്കോണം. ദൈവത്തിന്റെ വൻ പ്രവൃത്തികൾ വെളിപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്.
ദൈവത്തിന്റെ വൻ മിനിസ്ട്രികൾ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നീ കഷ്ടത അനുഭവിക്കുവാണെങ്കിൽ, ഇപ്പൊ നീ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിന്റെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം, ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന ഒരു നാള് വരുന്നു. ശുശ്രൂഷിക്കുമാരുടെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിന്നോട് നിന്നെ ആൾക്കാരെ കളിയാക്കുമായിരിക്കും. നിന്റെ പ്രായം കൊണ്ട് നിന്റെ പക്വത എനിക്കില്ല, നിനക്ക് പ്രായമില്ല, അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് കാണും. സ്തോത്രം. ഞാൻ പറയട്ടെ, അവരുടെ കളിയാക്കൽ നീ വീഴാതെ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, നിനക്ക് വേണ്ടി ദൈവം പങ്കുവെച്ചിരിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന ശുശ്രൂഷകളോട് നോക്കി ചടാളിയായി ദൈവത്തിലൂടെ നടക്കുക. ദൈവജനമേ, കമോൺ സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതായത് സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട്? അത് വായിക്കുന്നവനാണെങ്കിലും, അതിവിടെ ഇരിക്കുന്നവനാണെങ്കിലും, അവിടെ ഇരിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും ഒരുമിച്ചുള്ള ദൂത് യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ. Come on people of God, നിങ്ങളോട് വെറുതെ പോരാ കേട്ടോ. ഹല്ലേലൂയ. ഒരു ലെഗ്യോൺ ബാധിച്ചവൻ അവിടെ ഇരിപ്പുണ്ട്, അക്കരെ ഇരിപ്പുണ്ട്. അവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം, അവന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം വേണം. അത് ദൈവം നിങ്ങളെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വിടുതൽ അയക്കുവാൻ ദൈവം നിങ്ങളെ നിയോഗിക്കുന്നു. യെസ് ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, നിങ്ങൾ അനുഭവിക്കുന്ന ഹല്ലേലൂയ ദൈവിക സമാധാനം, നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സത്യം, നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ്, അത് അവൻ കൂടി അനുഭവിക്കണം. യെസ് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Come on people of God, എന്റെ മെസ്സേജ് കേൾക്കുന്നവരും ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ വലിയൊരു ശുശ്രൂഷ വരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മർക്കോസ് 16:15 കഴിഞ്ഞ് 16-17 വായിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കും. അവന്റെ പാമ്പിന്റെ ടൈലുകൊണ്ട് അതിനവൻ എടുക്കും. ഹല്ലേലൂയ. യെസ് പീപ്പിൾ ഓഫ് ഗോഡ്, ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്ന ഒരു സമയം വരുന്നു ഇവിടെ. യെസ് ഹല്ലേലൂയ. ഗെരസനേസിലെ ഈ മനുഷ്യൻ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്, അനേകർ അവനെ ബന്ധിക്കാൻ നോക്കി, അനേകർ അവനെ പിടിച്ചടുക്കി വയ്ക്കാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. അവൻ കാരണമുണ്ട് ആ ദേശത്തുള്ള സമാധാനമില്ലായിരുന്നു. കാരണം ആ വഴി കൂടെ ആർക്കും പോകാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് വിചാരിച്ചേ, ഈ ചർച്ചിന് വെളിയിറങ്ങാൻ ഈ ഗേറ്റുകളെല്ലാം അടഞ്ഞു നടക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇറങ്ങിപ്പോകും? ഇവിടെ തടസ്സമായി നിൽക്കുമല്ല ഗേറ്റ്. അതുപോലെ ആ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ മനുഷ്യൻ കാരണമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ ദേശവും ഭാരപ്പെടുമായിരുന്നു അവന്റെ കൂടെ. മനസ്സിലാക്കണം, ഇതിനെ പുറകെ ദൂതുണ്ട് കേട്ടോ. അവൻ ഭാരപ്പെടുന്നുണ്ട്, പക്ഷെ അവന്റെ കൂടെ അവൻ അറിഞ്ഞുകൊണ്ടല്ലായിരിക്കും ആ ഒരു ദേശം കൂടി ഭാരപ്പെടുന്നുണ്ട്. ദേശം ആ വഴി കൂടെ സഞ്ചരിക്കാൻ വയ്യ. ചിലപ്പോ അവൻ കല്ലെറിയും, അല്ലെങ്കിൽ വന്ന ആൾക്കാരെ പേടിപ്പിക്കും, നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദേശത്തിനൊരു വിടുതൽ ആവശ്യമാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവരുണ്ടോ? ആ ഗെരസനേസ് ദേശത്തിൽ ഒരു വിടുതൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒരു പട്ടണത്തിൽ അനേകം പേർ ഭാരപ്പെടുന്ന ഒരു കാഴ്ച അത് ശിഷ്യന്മാരെ കണ്ടിരിക്കുന്ന കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. അതിനൊരു തയ്യാറെടുപ്പായിരുന്നു ഈ ശിഷ്യന്മാരെ കൂടെ നടത്തിയത്. ഹല്ലേലൂയ. ഈ ദൈവസഭയോട് വീണ്ടും പറയട്ടെ, എന്റെ ദൈവമേ എന്തുമാത്രം ദൂതമെന്ന് പുറപ്പെടുന്നത്. യെസ് ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങൾ തയ്യാറാണെങ്കിൽ യേശുവിന്റെ നമ്മുടെ പ്രാർത്ഥനയോടെ ഈ ദൈവസഭയോട് നേരുന്നേ. ഹല്ലേലൂയ. ആമേൻ. നീ കാണുന്ന ഒരാളെ ആയിരിക്കും. ഹല്ലേലൂയ. നിന്റെ കണ്ണിന്റെ മുൻപേ ഒരാളായിരിക്കും, പക്ഷേ ആമേൻ ദൈവവചനത്തിൽ വായിക്കുന്നു അവന്റെ ജീവിതത്തിൽ വെളിപ്പെടൽ, അവന്റെ ജീവിതത്തിൽ വിടുതൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ ദെക്കാപോളിസിൽ മുഴുവൻ പോയി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചു. ദൈവത്തിന്റെ കരുണ അനുഭവിച്ച സാക്ഷ്യം ആ ദേശത്തിൽ മുഴുവൻ പോയി അവൻ പറഞ്ഞു. അപ്പൊ ദൈവസഭയോട് ഞാൻ പറയട്ടെ, നിന്റെ മുൻപേ നീ കാണുന്ന ഒരാളായിരിക്കും, പക്ഷെങ്കിൽ അതിന്റെ പുറകെ ഒരു ദേശമുണ്ട്. യെസ് ഹല്ലേലൂയ. ദാനിയേലും 4 പേരും ദൈവത്തെ അറിഞ്ഞ പോലെ ആമേൻ ആ ദേശം മുഴുവൻ
മുഴുവൻ ദൈവത്തെ അറിയാൻ ആ 4 യൗവനക്കാരെ ദൈവം ഉപയോഗിച്ച പോലെ ഹല്ലേലൂയ ചില സ്ഥലത്തിൽ ദൈവം ഹല്ലേലൂയ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വിടുതലയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അതിന്റെ പുറകെ ഒരു പട്ടണം റിലീവാകാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിലായിരിക്കും ദൈവം ഹല്ലേലൂയ എക്സ്പീരിയൻസ് അയക്കുന്നത്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊണ്ടുവരുമ്പോൾ നിന്റെ പുറകെ നിന്റെ കുടുംബം വരുന്ന ഒരു സമയം, യെസ് ഹല്ലേലൂയ, നിന്റെ പുറകെ നിന്റെ സഹോദരന്മാർ വരുന്ന സമയം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ജനങ്ങൾ അത് ഏറ്റവും പ്രാർത്ഥിച്ചാട്ട് പെട്ടകത്തിൽ നിന്നതായ കർത്താവായ യേശു ക്രിസ്തു കടലിനോട് പറഞ്ഞു ശാന്തമാക. ഒരു വാക്ക് മതി കർത്താവിന്. ആ ദൃശ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. ബോട്ടിൽ ഉറങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ബി സ്റ്റിൽ, ശാന്തമാക. കർത്താവിന്റെ വാക്കിനനുസരിക്കുന്ന മനുഷ്യന്മാരായ നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ വയ്യ. നമ്മൾ ദൈവത്തിന്റെ അഗേൻസ്റ്റ് പോകും. പക്ഷെ ഒരു തിരമാല വന്നാൽ, ഒരു ബിൽഡിങ്ങിന് അടിച്ചിടാനുള്ള പവറുള്ള തിരമാലയോട് ദൈവം പറഞ്ഞു ശാന്തമാക. അത് കേട്ട ശാന്തമായ കടൽ. ആമേൻ. ദൈവത്തിന്റെ ഒരു വാക്ക് മതി. പാട്ടുകാരൻ പറഞ്ഞതുപോലെ യേശുവേ നിന്റെ ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിയിടുവാൻ. മതിയോ? അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവസഭയ്ക്ക് വേണ്ടി, അവന്റെ സഭകൾക്ക് വേണ്ടി അവനൊരു വാക്ക് പുറപ്പെടുന്നു. എന്റെ നേരം, my time has come. Hallelujah. എന്റെ വരവ് അടുക്കാറായി. Hallelujah. ആ ഒരു വാക്ക് കേട്ട് ശാന്തമായ കടൽ തീരും. 6000 ഭൂതങ്ങൾ എവിടെ പോയി? 6000 ഭൂതങ്ങൾ എവിടെ പോയി? 2000 ഭൂതങ്ങൾ എവിടെ പോയി? കർത്താവിന്റെ ഒരു വാക്കിൽ മുട്ടുമടക്കി പേടിച്ചവർ. ആ കർത്താവിന്റെ മക്കളാണ് നമ്മൾ. We are the children of God. കർത്താവ് എണിച്ച് rebuke you in the name of Jesus. Hallelujah. ഈ ദൈവജനം മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ മുമ്പേ പ്രതികൂലം വരുമ്പോൾ നശ്വനായ യേശുവിന്റെ നാമം എടുക്കുന്നതിന്റെ നാവിൽ. നിന്റെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ നശ്വനായ യേശുവിന്റെ നാമം എടുക്കുന്നതിന്റെ നാവിൽ. പാരസിറ്റമോൾ അല്ല, യേശുവിന്റെ നാമം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കീമോതെറാപ്പി അല്ല, യേശുവിന്റെ നാമം. ആമേൻ. ലോകത്തിന്റെ മെഡിസിൻ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എടുത്തോ. പക്ഷെ നിന്റെ വിശ്വാസം അവന്റെ മേലായിരിക്കണം, യേശുവിന്റെ മേലായിരിക്കണം. നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നിനക്ക് തലവേദന ഭാരപ്പെടുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ആ നാമം ഉച്ചരിക്കുക. കടൽ ആ നാമത്തിൽ ശാന്തമാകുവാണെങ്കിൽ ഈ തലവേദന പിന്നെ എന്തുവാ? ഒരു ദൈവജനമേത മനസ്സിലാക്കി നിങ്ങള്. കടൽ തീരം ബോട്ടുകളെ മുക്കാനുള്ള കഴിവുള്ള തിരുമലകൾ യേശുവിന്റെ ഒരു വാക്കുകൊണ്ട് ശാന്തമാകാൻ പറ്റുവാണെങ്കിൽ ഈ നിസ്സാരമായ തലവേദന, ഈ നിസ്സാരമായ ശാരീരികമായ വേദന, ഈ നിസ്സാരമായ പ്രതികൂലങ്ങൾ, ഈ നിസ്സാരമായ വേദനയോട് ആമേൻ നീ ആ പ്രതികൂലത്തെ നോക്കി എന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാന്തമാകാം. Come on people of God. Come on people of God. Come on. ആമേൻ. അത് പ്രാപിച്ചെടുക്കുക നിങ്ങളത്. യെസ്, അത് പറയാൻ നിങ്ങൾ ശീലിക്കുക. തലവേദനയെ നീ ശാന്തമാക, തലവേദനയെ നീ അടങ്ങ, യേശുവിന്റെ നാമത്തിൽ. ഓ ബന്ധനങ്ങളെ, ഓ സഫറിങ്സ്, ഓ യേശുവിന്റെ നാമത്തിൽ ആമേൻ ശാന്തമാക, അടങ്ങ. ജീസസ് നെയിം. Glory Lord. അങ്ങനെയാണ് മിനിസ്ട്രിയിൽ കാല് വെക്കണ്ടേ. കർത്താവ് എന്തുകൊണ്ട് ആ പെട്ടകത്തിൽ ഉറങ്ങിയെന്നറിയാം? കർത്താവ്, ഞാനിത് ഭാവനയിൽ പറയുവാണ്,
കർത്താവ് ചിന്തിച്ചു കാണും, ഇവരുടെ കൂടെ ഞാൻ നടന്നതല്ലേ, ഞാൻ പ്രവർത്തിക്കുന്നത് ഇവരെ കണ്ടതല്ലേ, അപ്പൊ ഇവൻ അത് ചെയ്യും. അതുകൊണ്ടായിരിക്കും കർത്താവ് ഉറങ്ങിയത്. എന്റെ ഭാവനയെ ഞാൻ പറയണം, വചനത്തിൽ എഴുതിയില്ല. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പേടിച്ചു പോയോ? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? എവിടെ പോയി നിങ്ങളുടെ വിശ്വാസം? എടാ, നിങ്ങൾക്ക് ശാന്തമാക്കാമെന്ന കാര്യമുള്ളൂ. ഞാനില്ല നിന്റെ കൂടെ. എന്റെ നാമത്തിൽ, പത്രോസേ നിന്റെ പേരിലല്ല, മത്തായിയെ നിന്റെ പേരിലല്ല, എന്റെ പേര് നീ എടുക്കുമായിരുന്നെങ്കിൽ നിനക്ക് ഇതിനെ ശാന്തമാക്കായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? Where is your faith? ഈ ദേവസഭയിൽ ഈ വരുന്ന നാളുകൾ ഒരു റിവൈവൽ വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മെസ്സേജ് കേൾക്കുന്നവരുടെ നിങ്ങളുടെ ദൈവസഭയിൽ റിവൈവൽ വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? Where is your faith? Hallelujah. Come on, people of God, നിങ്ങളുടെ വിശ്വാസം ഒന്ന് പുതുക്കിയെടുത്തേ. കഴിഞ്ഞ 2-3 ആഴ്ചകൾ നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ്. Hallelujah. പുത്തൻ മിനിസ്ട്രികൾ വെളിപ്പെടുന്ന ഒരു നാൾ വരുന്നു. Hallelujah. ദൈവത്തിന്റെ നാമം നിങ്ങളുടെ നാവിൽ എക്സർസൈസ് ചെയ്യേണ്ട, ആ അധികാരം നിങ്ങളുടെ നാവിൽ എടുക്കേണ്ട ഒരു സമയം വരുന്നു. Come on, people of God, ഇന്ന് നിങ്ങൾ എടുത്തില്ലെങ്കിൽ എന്ന് നിങ്ങൾ എടുക്കും? ഇനി നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ മടത്തിയില്ലേ? Yes, hallelujah. നിങ്ങളുടെ തലവേദന കൊണ്ട് നിങ്ങൾ മടത്തിയില്ലേ? നിങ്ങളുടെ ശാരീരികമായ വേദനകൾ മടത്തില്ലേ? ദൈവം പറയും, ഇന്നെ നാമം എടുക്ക, എന്റെ നാമം നിങ്ങളുടെ നാവിൽ എടുക്ക, ഉച്ചകരിക്ക് ശാന്തമാക. ആ കടലിനെ ശാന്തമാക്കുന്ന ദൈവകൃപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പിന്നെ ലഹരികളൊക്കെ നിങ്ങളുടെ മുമ്പ് ഒന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ കർത്താവിന്റെ മുമ്പ് ഒന്നുമില്ല. യെസ്, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. അങ്ങനെയാണ് മിനിസ്ട്രിയിൽ കാല് വെക്കുന്നത്. എടാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തലവേദന നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാളെ മുന്നേ വന്ന് പ്രാർത്ഥിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? നോ, പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ നാമം എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണ് ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത്. യെസ്, ശുശ്രൂഷയിൽ വെളിപ്പെടാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? How many of you want to develop in the ministry of God? Yes, start exercising. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിലോട്ട് കൊണ്ടുപോവാ. Come on, people of God. Yes, കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എനിക്ക് ആഗ്രഹമുണ്ട്, ദൂതുകൾ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നായി. ദൂത് കേട്ടിട്ട് 9 വർഷമായി ഇതുവരെ ഒന്നും സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം ചോദിക്കും, നിന്റെ വിശ്വാസം എവിടെ പോയി? Where is your faith? ഹല്ലേലൂയ. സംഭവിച്ചത് എന്താണെന്നറിയാം? ശാന്തമായി കടലടങ്ങി കർത്താവ് അവിടെ കാല് വെച്ചപ്പോൾ, ആ ദേശത്ത് കാല് വെച്ചപ്പോൾ ഭൂതം പിടിച്ചവൻ ഓടി വന്നു. എന്തിനാണ് നീ ഇപ്പോൾ ഇവിടെ വന്നത്? എന്തിനാണ്? എന്റെ സമയമായിട്ടുണ്ടോ? പ്ലീസ് എന്നെ ടോർച്ചർ നിങ്ങൾ ചെയ്യല്ലേ. പേടിക്കുന്ന ആ നാമം ആ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ. ആ നാമം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഒരുമിച്ച് എല്ലാവരും കണ്ണു വാച്ചാട്ടെ കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ, നശ്വരനായ ദൈവമേ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുവാൻ, ശുശ്രൂഷയിൽ ഡെവലപ്പ് ആകുവാൻ ആ പെട്ടകത്തിൽ, ഞങ്ങളുടെ പെട്ടകത്തിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. യെസ്, തിരുമാലകൾ വരുമ്പോൾ പെട്ടകത്തിൽ തിരുമാലകളെ നോക്കാതെ എന്റെ കൂടെ സഞ്ചരിക്കുന്നവന്റെ മുഖം നോക്കുവാൻ, എന്റെ കൂടെ സഞ്ചരിക്കുന്നവന്റെ വില മനസ്സിലാക്കുവാൻ, എന്റെ കൂടെ സഞ്ചരിക്കുന്ന മഹത്വം അറിയുവാൻ ഈ വരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ കൃപ അയക്കുന്നതിനാൽ യേശുവേ വാഴ്ത്തുന്നു. In Jesus name, hallelujah. ആമേൻ. ആ നാമം എപ്പോഴും എന്റെ നാവിൽ ഉച്ചരിക്കുവാൻ, എന്റെ നാവിൽ, ഞങ്ങളുടെ നാവിൽ ആ നാമം എപ്പോഴും ഡെവലപ്പ് ആകുവാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ എന്റെ ദൈവമേ അങ്ങ് ആ ഒരു കൃപ അയക്കുന്നതിനാൽ യേശുവേ വാഴ്ത്തുന്നു. Thank you, Jesus. എന്റെ ദൈവമേ, പുതിയ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. പുതിയ മിനിസ്ട്രികൾ വെളിപ്പെടുന്നതാണ് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങ് തന്ന എല്ലാം വാഗ്ദത്തത്തിന്മേൽ
അങ്ങ് തന്ന എല്ലാ പ്രോമിസിന്മേൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം തന്ന പ്രോമിസസ്, ദൈവം തന്ന ദൂതുകൾ, ദൈവസഭ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവസഭ മറന്നു പോകണം. നിങ്ങളുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയും ദൈവം തന്ന പ്രോമിസുകൾ അത് ഹല്ലേലൂയ ഒരുമിച്ച് ദൈവസഭ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. മറന്നു പോകരുത്. Why are you so afraid? ദൈവം അയച്ചു പോലെ നിങ്ങൾ എന്തിനെ പേടിക്കുന്നു? നിങ്ങളുടെ വിശ്വാസം എവിടെ? വിശ്വാസം ഉറക്കുന്ന എല്ലാ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന സമയം വരുന്ന നാൾ വാഴ്ത്തുന്നു. ദൈവങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മതത്തിൽ ഇറങ്ങിയ നാൾ വാഴ്ത്തുന്നു. യെസ്, താങ്ക് യു ജീസസ്. എല്ലാ മാനം മഹത്വം എന്റെ കർത്താവിന്. ഞങ്ങളുടെ എല്ലാ മിനിസ്ട്രികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ കർത്താവെ ഡെവലപ്പ് ചെയ്തെടുക്കണമേ. മനുഷ്യരായ ഞങ്ങൾക്ക് ഒരു മാനം വേണ്ട, ഒരു മഹത്വം വേണ്ട. എന്റെ കർത്താവിന് എല്ലാ മാനം മഹത്വം ഞങ്ങളുടെ പാതയിൽ ഞങ്ങൾ വെക്കുന്നു. എന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.